മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ആരോപണം തള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ആനന്ദബോസ് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ്. തന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാത്ത അനുഭവം ഉണ്ടായെന്നായിരുന്നു CV ആനന്ദബോസിന്റെ ആരോപണം. എനിക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യന്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ? ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനില്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. സാക്ഷാൽ യുധിഷ്ഠിരൻ ധർമ്മപുത്ര പതിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരത കേസരി മന്നത്താചാര്യന്റെ ഒരു സ്മാരകമുണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു ഗവർണർ എന്ന നിലയിൽ എൻ്റെ 1 മാസത്തെ ശമ്പളം അതിന് നൽകാൻ ഞാൻ സന്തോഷമുണ്ട്, സ്വീകരിക്കുമെന്ന് കരുതുകയാണ്. അഖിൽ K. നോബിൾമാർക്കാരനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അഖിലിലേക്ക്. അഖിൽ, CV ആനന്ദബോസ് പറയുന്ന സംഭവം നടന്നത് എന്നാണ്? അന്ന് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പുഷ്പാർച്ചന നടത്താൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നോ? എന്താണ് G സുകുമാരൻ നായർ വരുത്തുന്ന വ്യക്തത? സുജി, അത്തരത്തിലൊരു സംഭവം തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് G സുകുമാരൻ നായർ പറഞ്ഞത്. കാരണം താൻ 62 വർഷം NSസുമായി ബന്ധപ്പെട്ട് വരുന്നു. തന്റെ അറിവിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ, അതായത് ഇത്തരത്തിൽ NSSന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്നതിന്, കാരണം ചില സമയത്ത് അവിടെ ആളുകൾ ഉണ്ടാവില്ല, അത് അടച്ചിട്ടിരിക്കും. അങ്ങനെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്ന ആർക്ക് വേണമെങ്കിലും വരാം, ഉള്ളിൽ കയറാം, പുഷ്പാർച്ചനത്ത്, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം, അല്ലെങ്കിൽ ഈ ആനന്ദബോസ് പറയുന്നത് പോലൊരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് G സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടുള്ള വാർത്തയായിരിക്കാം. അതായത് ഈ മോഹൻലാലിനെ കയറ്റുന്നില്ല, അല്ലെങ്കിൽ മോഹൻലാലിനെ കയറ്റുന്നില്ല തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുകയും ചെയ്തത്, മോഹൻലാലിനെ ഞങ്ങൾ തന്നെ വിളിച്ചു, ക്ഷണിച്ചു, ആദരിച്ചു, യോഗത്തിന്റെ ഉദ്ഘാടനം വരെ മോഹൻലാൽ നടത്തി പോയതാണ്, എന്നിട്ടാണ് പറയുന്നത് ഇത്തരത്തിൽ കയറ്റില്ല. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യമാണ് എന്തായാലും G സുകുമാരൻ നായർ പറയുന്നത്. ഇത്തരത്തിലുള്ള നടപടി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തന്നോട് ആരെങ്കിലും ഇത്തരം കാര്യം പറയുകയോ അല്ലെങ്കിൽ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അത് നടക്കാതിരിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് G സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. അതായത് ആനന്ദ് ബോസ് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ എന്ന് പറയുന്നത്.